മലയാളികളുടെ പ്രിയപ്പെട്ട രവീന്ദ്രൻ മാസ്റ്റർ ഒരുപാട് നല്ല ഗാനങ്ങൾ, മലയാള സിനിമാ ഗാനങ്ങൾ ആസ്വദിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി രവീന്ദ്രൻ മാഷ് നൽകിയിരുന്നു. തൻ്റെ 61-ാം വയസ്സിലാണ് രവീന്ദ്രൻ മാസ്റ്റർ എല്ലാവരെയും വിട്ടുപോയത്. എന്നാൽ അദ്ദേഹത്തിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ ശോഭ രവീന്ദ്രൻ എന്ന അദ്ദേഹത്തിൻ്റെ പത്നി പറയുന്നു. മരിക്കുന്നതിന് 1 മാസം മുമ്പ് അദ്ദേഹത്തിന് ചെറിയൊരു ചുമ ഉണ്ടായിരുന്നു. സംശയം തോന്നിയപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ പരിശോധനയിൽ ഒരു കുഴപ്പവും തോന്നിയില്ല. എന്നാൽ കുറച്ചു നാളുകൾ കഴിഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് നെഞ്ചിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ സ്റ്റുഡിയോയിലൊക്കെ പോയി ഭാര്യയുമായി തിരിച്ചു വന്ന രവീന്ദ്രൻ മാസ്റ്റർ അകത്ത് കയറിയ ഉടനെ ഭാര്യയോട് വിശക്കുന്നു എന്ന് പറഞ്ഞു. അടുക്കളയിലേക്ക് ഭക്ഷണമെടുക്കാൻ പോയ ഭാര്യ കേട്ടത് രവീന്ദ്രൻ മാഷിൻ്റെ നിലവിളിയാണ്, ശോഭെ എന്ന് വിളിച്ചുകൊണ്ട്. അങ്ങനെ ഓടി വരുമ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ നിലത്തേക്ക് ഊർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഹോസ്പിറ്റലിലേക്ക് പോകും മുമ്പ് വീട്ടിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഇന്നും വല്ലാത്ത പേടിയോടെയാണ് ആ ദിവസങ്ങൾ രവീന്ദ്രൻ മാസ്റ്ററുടെ ഭാര്യ ഓർത്തെടുക്കുന്നത്. 61-ാം വയസ്സിൽ രവീന്ദ്രൻ മാസ്റ്റർ വിട്ടുപോകുമ്പോൾ ശോഭയ്ക്ക് ആകെ 48 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ ഒറ്റപ്പെട്ട ഒരവസ്ഥ. മക്കളുണ്ടായിരുന്നിട്ട് പോലും തനിക്ക് രവീന്ദ്രൻ മാസ്റ്ററില്ലാതെ ജീവിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല എന്നാണ് ശോഭ രവീന്ദ്രൻ പറയുന്നത്. പലപ്പോഴും പത്രങ്ങളിലും മറ്റും ആളുകൾ കുഴഞ്ഞു വീണു മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഭർത്താവിനോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്ന്. എൻ്റെ ഭർത്താവ് എനിക്കത് കാണിച്ചു തന്നിട്ടാണ് പോയത് എന്ന് ശോഭ രവീന്ദ്രൻ വിഷമത്തോടെ പറയുന്നു.